ഇപ്പം നമ്മൾ ഇന്നലെ അതുപോലെ തന്നെ മിനിഞ്ഞാന്നും പഠിച്ച നമ്മുടെ ആദ്യത്തെ പാഠമായിരുന്നില്ലേ, നമ്മുടെ മനഃശാസ്ത്ര ഗവേഷണ ഉപാധി രീതികൾ. കുട്ടികളെ നമ്മൾ ഏതൊക്കെ രീതിയിലൂടെയാണ്, ഏതൊക്കെ ടെസ്റ്റിലൂടെയാണ് നമ്മൾ കുട്ടികളെ അവരുടെ മനസ്സിലുള്ള മാനസിക പശ്ചാത്തലങ്ങളെ മനസ്സിലാക്കുന്നതെന്നും ഏതൊക്കെ രീതിയിലൂടെ അവരെ നമുക്ക് അസസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം എന്നാണെന്നും നമ്മൾ കണ്ടത്. അതിന് ഞാൻ പറഞ്ഞത് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആ പാഠത്തിൽ നിന്ന് കൊണ്ടുവരാമെന്ന്. ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഈ 20 ക്വസ്റ്റ്യനും കഴിഞ്ഞ 2020, 21, 22, 23 കാലയളവിലുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കേ. ഓക്കെ, താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കേട്ടിട്ട് പരീക്ഷ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിക്കുന്നത് ഇങ്ങനെയാണ്. ഉദാഹരണമല്ലാത്തത് ഉദാഹരണമായത് എന്ന് ചോദിക്കും. കാരണം ചാടിക്കേറി അറിയാവുന്ന ഒരാളാണെങ്കിൽ ചാടിക്കേറി ആദ്യത്തെ ഓപ്ഷൻ കണ്ട പാടെ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ഒരിക്കലും പോകരുത്. ഇവിടെ ചോദിച്ചെന്താണ് ഉദാഹരണമല്ലാത്തത്. ക്വസ്റ്റ്യൻ 2 തവണ വായിക്കണം. അപ്പോൾ നമുക്കറിയാം പ്രക്ഷേപണ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചായിരുന്നില്ലേ, ഒരാളുടെ അബോധ മനസ്സിൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെയും മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ പ്രക്ഷേപണ രീതി അഥവാ പ്രൊജക്റ്റീവ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു. അതിൽ നമ്മൾ പഠിച്ചതാണ് ഏതൊക്കെയായിരുന്നു റോഷെ മഷിയപ്പ് പരീക്ഷ, തീമാറ്റിക് അപ്പറ്റിസ്റ്റൻ ടെസ്റ്റ്, പൾസർജ പരീക്ഷ, വാക്യപൂർണ്ണ പരീക്ഷ, അതുപോലെ തന്നെ ചിൽഡ്രൻസ് അപ്പറ്റിസ്റ്റൻ ടെസ്റ്റ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ്സിൽ കണ്ടതാണ് അല്ലേ, ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ മനസ്സിലാക്കണം, ഇതെല്ലാം നമ്മുടെ ഈ പറഞ്ഞ പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതിൽ ഉൾപ്പെടാത്തത് ഏതാ? വായിച്ചു നോക്കിയേ. റോഷെ മഷിയപ്പ് പരീക്ഷയാണോ, തീമാറ്റിക് അപ്പറ്റിസ്റ്റൻ ടെസ്റ്റാണോ, മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിൽ ഇൻവെൻട്രി ആണോ, പൾസർജ പരീക്ഷയാണോ? ഏതാണ് വരേണ്ടത് ഓപ്ഷൻ? ABCDക്കകത്തെ നേരിട്ട് പറഞ്ഞു കിട്ടിയില്ലേ? ഏതാ വേണ്ടത്? ഓപ്ഷൻ സി. എന്തുകൊണ്ട് ഓപ്ഷൻ സി വന്നു? ഈ പറയുന്നതെല്ലാം തന്നെ അല്ലേ, ഒയും ബിയും ഡിയും നമ്മുടെ പ്രൊജക്റ്റീവ് ടെക്നിക്കിന് ഉദാഹരണമാണ്. ഈ മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിൽ ഇൻവെൻട്രി എന്തിനു ഉപയോഗിക്കുന്നതെന്നറിയാവോ? നമ്മൾ വ്യക്തിത്വം എന്ന് പറഞ്ഞൊരു പാഠം പഠിക്കും, പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു പാഠം പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ അവസാനത്തെ ഒരു പാഠമാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. ആ പാഠത്തിൽ നമ്മൾ മനുഷ്യരുടെ ട്രൈറ്റ് അളക്കുവാൻ, അല്ലെങ്കിൽ മനുഷ്യരിലുള്ള നമ്മൾ ഓരോ ട്രൈറ്റ്സ്, TRAITS എന്ന് പറയും. ആ ട്രൈറ്റ്സ് നമ്മൾ അളക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിത്വം അളക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞ മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെൻട്രി എന്ന് പറയുന്നത്. അതൊരിക്കലും നമ്മുടെ പ്രൊജക്റ്റീവ് മെത്തേഡ് അളക്കുകയില്ല, അല്ലെങ്കിൽ പ്രക്ഷേപണ രീതി അളക്കുകയില്ലെന്ന് ഓർത്തിരിക്കണം. അപ്പം പ്രക്ഷേപണ രീതി അളക്കുന്നതാണ് റോഷെ മഷിയോ പരീക്ഷ, തീമാറ്റിക് അപ്പറ്റിസ്റ്റൻ ടെസ്റ്റ്, പൾസർജ പരീക്ഷ, വാക്യപൂർണ്ണ പരീക്ഷ, ചിൽഡ്രൻസ് അപ്പറ്റിസ്റ്റൻ ടെസ്റ്റ് കേട്ടോ. ഇത്രയും ടെസ്റ്റുകളാണ് ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ. കുട്ടികളുടെ സ്വഭാവം പഠിക്കുന്നതിനായി ക്വസ്റ്റ്യൻ വന്നോ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാവോ? വന്നില്ല, ഇപ്പോൾ വരും കേട്ടോ. ഓക്കെ, ഇപ്പോൾ വന്നല്ലോ. ഓക്കെ, കുട്ടികളുടെ വന്നില്ലേ? എനിക്കിവിടെ വന്നല്ലോ. ഓക്കെ, കുട്ടികളുടെ സ്വഭാവം പഠിക്കുന്നതിനായി അധ്യാപിക ഒരു കുട്ടിയെ തിരഞ്ഞെടുത്ത് അവനെ അവളെ വിശുദ്ധമായി പഠിക്കുന്നതിനുള്ള രീതിക്ക് പറയുന്ന പേരെന്താണ്? അതായത് ശ്രദ്ധിച്ച് വെക്കണം, ഒരു കുട്ടികളുടെ സ്വഭാവം അല്ലേ പഠിക്കുന്നതിനായിട്ട്. ജോണേ, ഞാൻ ക്ലാസ്സിലാണ്, 10 മണിയാകുമ്പോൾ വിളിക്കാം, 10 ആകുമ്പോൾ വിളിക്കാം, ക്ലാസ്സിലാണ്, 10 ആകുമ്പോൾ വിളിക്കാം, ക്ലാസ്സിലാണ്, ഓൺലൈൻ ക്ലാസ്സിലാണ്. ഓക്കെ. ഓക്കെ, കുട്ടികളുടെ സ്വഭാവം പഠിക്കുന്നതിനായിട്ട് അധ്യാപിക ഒരു കുട്ടിയെ തിരഞ്ഞെടുത്ത് അവനെ അല്ലെങ്കിൽ അവളെ വിശദമായി പഠിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? നിരീക്ഷണമാണോ, കേസ് പഠനമാണോ, പരീക്ഷണമാണോ, അഭിമുഖമാണോ? ഏതാണ്? നമ്മൾ പഠിച്ചതാ. വിശദമായി പഠിക്കണം. ഏതായിരിക്കണം? അനശ്വര ഏതാ? പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. കേസ് സ്റ്റഡി ശരിയാ പറഞ്ഞു. കണ്ടോ, കണ്ടോ, ഒരു തെരഞ്ഞെടുത്ത് അവനെ അവളെ വിശദമായിട്ട് പഠിക്കണം. അത് ഏതാ വരേണ്ടത്? കേസ് സ്റ്റഡിനെയോ അല്ലെങ്കിൽ കേസ് പഠനമാണ് വരേണ്ടത്. കാരണം നമ്മൾ കേസ് സ്റ്റഡിക്ക് അത് കണ്ടായിരുന്നില്ലേ. എന്താണ് കേസ് സ്റ്റഡി? നമ്മൾ കണ്ടതായിരുന്നു. ഒരു കുട്ടിയുടെ നാനാവിധത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ
നാനാവിധത്തിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വസ്തുതകൾ ശേഖരിച്ച് എന്താണ് സമഗ്രമായി പഠിക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ഏതാണത്? കേസ് സ്റ്റഡി. ഇതിന് മറ്റൊരു പേരോട് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ? ഏക വ്യക്തി പഠനം. കേട്ടോ, ആ പേരുകളും പരീക്ഷാ പേപ്പറിലുണ്ട്. ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ കാണും. അപ്പോൾ 2 പേരുണ്ട് അതിന്, ഒന്നെങ്കിൽ കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഏക വ്യക്തി പഠനം. കേട്ടോ, അതാണ് സമഗ്രമായിട്ട് കുട്ടികളെ പഠിക്കുന്നതിനുള്ള രീതി. കേട്ടോ, ഓർത്തിരിക്കണം. പിന്നെ നിരീക്ഷണം നമുക്കറിയാം അല്ലേ, ഒരാളുടെ വ്യവഹാരം നമ്മൾ നേരിട്ട് തത്സമയം നിരീക്ഷിക്കുന്നതാണ് നിരീക്ഷണം. 2 തരത്തിൽ, പ്രത്യക്ഷം, പരോക്ഷം. പിന്നെ ഉള്ളത് പരീക്ഷണം. ആരാ സ്ഥാപിച്ചത് പരീക്ഷണം? പരീക്ഷണ രീതി ആരാ സ്ഥാപിച്ചത്? നമ്മുടെ വില്യം വുണ്ട് അല്ലേ. വില്യം വുണ്ട് നമ്മുടെ ജർമ്മനിയിൽ 1879 ആദ്യമായിട്ട് സ്ഥാപിച്ച ലബോറട്ടറിയിലൂടെയാണ് പരീക്ഷണ രീതി അദ്ദേഹം ഉരുത്തിരിഞ്ഞു വന്നത്. നമ്മുടെ മനഃശാസ്ത്ര ഗവേഷണത്തിന് ഏറ്റവും വസ്തുനിഷ്ഠത നേടിക്കൊടുത്ത രീതിയാണ് പരീക്ഷണ രീതി. പിന്നെയുള്ള അഭിമുഖം എന്താണ്? നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യത്തെ മുൻനിർത്തി 2ഓ അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണമാണ് അഭിമുഖം. അപ്പോൾ ഇവിടെ വരേണ്ടത് വിശദമായിട്ട് പഠിക്കണമെങ്കിൽ കേസ് പഠനമാണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ശ്രദ്ധിച്ച് വായിക്കണം. ക്ലാസ് മുറിയിലും കളിസ്ഥലത്തും കുട്ടികളുടെ പെരുമാറ്റം പഠിക്കുന്നതിന് വേണ്ടി ഒരു അധ്യാപകൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫലപ്രദമായ രീതി ഏതാണ്? എന്താണ്? ക്ലാസ് മുറിക്കകത്തും കളിസ്ഥലത്തും കുട്ടികളുടെ പെരുമാറ്റം പഠിക്കുന്നതിന് ഒരു അധ്യാപകൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫലപ്രദമായ രീതി ഏതാണ്? അഭിമുഖമാണോ, മനഃശാസ്ത്ര ടെസ്റ്റാണോ, നിരീക്ഷണമാണോ, റേറ്റിംഗ് സ്കെയിലാണോ? ഏതാണ്? ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചാൽ മതി. പെരുമാറ്റമാണ് പഠിക്കേണ്ടത്. ഏതാ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ? ഏതാ? വ്യവഹാരം എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പെരുമാറ്റം എന്ന അർത്ഥമെന്ന്. ഏതായിരുന്നു? ഏതാ? നിരീക്ഷണം. കണ്ടോ, ഈ പെരുമാറ്റം എന്ന് പറഞ്ഞ വാക്ക് ഇവിടെ കിടപ്പുണ്ട്. ഏതാണ്? നമ്മുടെ നിരീക്ഷണ രീതിക്ക്. അതിപ്പം നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ, ഒരു വ്യക്തിയുടെ വ്യവഹാരം നമ്മൾ പഠിക്കുന്നതിനായി എന്ത് ചെയ്യുക? നമ്മൾ നേരിട്ട് നിരീക്ഷിക്കുന്ന രീതി. കണ്ടോ, ഇവിടെ പറയുന്നുണ്ടോ, ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ തത്സമയം നേരിട്ട് നിരീക്ഷിക്കുന്ന രീതിയാണ് നിരീക്ഷണ രീതി. അപ്പോൾ ഇവിടെ ഏതാ വരേണ്ടത്? കണ്ടോ, ആ ഒരു വാക്ക് ശ്രദ്ധിച്ചാൽ മതി. ക്ലാസ് മുറിയിലും കളിസ്ഥലത്തും കുട്ടികളുടെ പെരുമാറ്റം അല്ലെങ്കിൽ ബിഹേവിയർ അല്ലെങ്കിൽ വ്യവഹാരം, ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യവഹാരം പഠിക്കുന്നതിന് വേണ്ടി ഒരു അധ്യാപകന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫലപ്രദമായിട്ട് രീതിയാണ് നിരീക്ഷണം. കേട്ടോ, യാതൊരു ഡൗട്ടും ഇല്ല, ആ നിരീക്ഷണമാണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അഭിമുഖം നമ്മളിപ്പോൾ പറഞ്ഞു, ഒരു പ്രശ്നത്തെ മുൻനിർത്തി 2ഓ അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണം. മനഃശാസ്ത്ര ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള നടത്തുന്ന ടെസ്റ്റുകൾ. ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം തന്നെ അതിൻ്റെ അത് ഉൾപ്പെടും. പിന്നെ റേറ്റിംഗ് സ്കെയിൽ അറിയാലോ. എന്താണ് റേറ്റിംഗ് സ്കെയിൽ? നമ്മുടെ പഠിച്ചതിനകത്തുള്ള അല്ലേ, എത്ര അളവിലും നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരം എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് റേറ്റിംഗ് സ്കെയിൽ. അത് 5 പോയിന്റ് കാണാം, 6 പോയിന്റ് കാണാം, അങ്ങനെ പല രീതിയിൽ കാണാം. പക്ഷേ ചെക്ക് ലിസ്റ്റ് ആണെങ്കിൽ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് മാത്രമാണ് അവിടെ പറയുന്നത്. കേട്ടോ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാൻ നിങ്ങൾ ഇങ്ങനെ വേണം പഠിക്കാൻ. എല്ലാ ഓപ്ഷനും എടുത്തു വെച്ച് പഠിക്കണം. കാരണം അടുത്ത വട്ടം ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും വരുന്നത്. ഈ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഇവിടെ നമുക്ക് നിരീക്ഷണം നമ്മൾ ഒഴിവാക്കി കളഞ്ഞതാണ്. പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ അത് വന്നതുണ്ടോ, നിരീക്ഷണമോട് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കുമ്പോൾ ചോദ്യവും അതിൻ്റെ ഉത്തരവും കൂട്ടത്തിൽ അതിൻ്റെ ഓപ്ഷൻസ് കൂടി പഠിച്ചു പോവാമെങ്കിൽ ഒബ്വിയസ്ലി നമുക്കൊരു പാഠം ഈസി ആയിട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, നിലവിലുള്ള ഒരു പ്രശ്നത്തിന് അടിയന്തര ശാസ്ത്രീയ പരിഹാരം, ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചാൽ മതി, ശാസ്ത്രീയ പരിഹാരം കണ്ടെത്തുന്നതിന് ഒരു ടീച്ചർക്ക് ഉപയോഗിക്കാവുന്ന രീതി ഏതാണ്? കേസ് സ്റ്റഡി ആണോ, ആക്ഷൻ റിസർച്ച് ആണോ, സർവേ ആണോ, പരീക്ഷണമാണോ? ഏതാണ്? നിലവിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ക്ലാസ് മുറിയിൽ ഒരു പ്രശ്നമുണ്ട് അല്ലേ, അതിന് അടിയന്തരമായിട്ട് ഒരു ശാസ്ത്രീയ പരിഹാരം കണ്ടെത്തുന്നതിന് ഒരു ടീച്ചർക്ക് ഉപയോഗിക്കാവുന്ന രീതി ഏതാ? കേസ് സ്റ്റഡി ആണോ, ആക്ഷൻ റിസർച്ച് ആണോ, സർവേ ആണോ, പരീക്ഷണമാണോ? ഏതാ? ഇന്നലെ അവസാനം പറഞ്ഞ ഒരെണ്ണോ? ഏത് രീതിയാ? ഓർമ്മയില്ലേ? നമ്മുടെ സ്റ്റീഫൻ എം കോറി കണ്ടുപിടിച്ച രീതിയാ. ഏതാണ് സ്റ്റീഫൻ എം കോറി കണ്ടുപിടിച്ച രീതി? ഏതാ? ആക്ഷൻ റിസർച്ച്. എന്താണ് നമ്മളവിടെ പഠിച്ചായിരുന്നല്ലേ? ആക്ഷൻ റിസർച്ച് പറഞ്ഞാൽ എന്നതായിരുന്നു? നമ്മുടെ സ്റ്റീഫൻ എം കോറിയാണ് അത് കണ്ടുപിടിച്ചത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലാസ്സിൽ ഒരു പ്രശ്നത്തെ മുഖാമുഖം നേരിടുന്ന ഒരു അധ്യാപകൻ. കണ്ടോ, ഇവിടെ കണ്ടുണ്ടോ, സ്റ്റീഫൻ എം കോറിയാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ഇവിടെ പറയുന്നുണ്ടോ, പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുന്ന അധ്യാപകൻ അവയ്ക്ക് അടിസ്ഥാനമായ കാരണങ്ങളെ കണ്ടോ ഗവേഷകന്റെ
വീക്ഷണഗതിയോടെ ശാസ്ത്രീയമായി ശേഖരിച്ച് അപഗ്രഥിച്ച് വിലയിരുത്തി നിഗമനത്തിലെത്തുകയും അപ്പോൾ അനുയോജ്യമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന രീതിയാണ് ക്രിയാഗവേഷണം. ഈ സെന്റൻസ് അല്ലേ ഇവിടെ വന്നുണ്ടോ? ശാസ്ത്രീയമായി കണ്ടോ, ശാസ്ത്രീയ പരിഹാരം കണ്ടെത്തുന്ന രീതി ഏതാണ് ഇവിടെ ഉള്ളത്? നമ്മുടെ ആക്ഷൻ റിസർച്ച്. കേസ് സ്റ്റഡി ആണെങ്കിൽ നിലവിലുള്ള ഒരു കുട്ടിയെ തന്നെ നമ്മൾ എടുത്തു പഠിക്കുക അല്ലേ, ഏക വ്യക്തി പഠനമാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിയെ മാത്രമാണ് നമ്മളവിടെ എടുത്ത് പഠിക്കുന്നത്. ഒരു പ്രശ്നത്തെ മൊത്തത്തിൽ നമ്മൾ എടുത്ത് പഠിക്കുന്നില്ല. സർവേ ആണെങ്കിൽ എന്താണ്? ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവക്രമത്തെ മാസ്സായിട്ട് അല്ലെങ്കിൽ മുഴുവനായിട്ട് നമ്മൾ പഠിക്കാനായിട്ടാണ് സർവേ ഉപയോഗിക്കുന്നത്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, വില്യം വുണ്ട് കണ്ടുപിടിച്ച എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു കൂട്ടത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹ്യ ബന്ധം ഉണ്ടോ? ഈ വാക്ക് ശ്രദ്ധിച്ചാൽ മതി. സാമൂഹിക ബന്ധം എത്രത്തോളം ദൃഢമാണെന്ന് കണ്ടെത്തുന്ന രീതി ഏതാണ്? ആത്മനിഷ്ഠ രീതിയാണോ, നിരീക്ഷണമാണോ, സോഷ്യോമെട്രിയാണോ, പ്രക്ഷേപണമാണോ? ഏതാണ്? പഠിച്ചതാ. ഒരാളോടുള്ള, ഒരു ഗ്രൂപ്പിൽ ഒരാളോടുള്ള സ്വീകാര്യതയും വിമുഖതയും നമ്മൾ കണ്ടെത്തുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സോഷ്യോമെട്രിക് ടെക്നിക്ക്, അല്ലെങ്കിൽ സാമൂഹിക മിതി എന്ന് പറയും കേട്ടോ. രണ്ട് വാക്കുണ്ട്, സോഷ്യോമെട്രി എന്ന് പറയുന്നുണ്ട്, സാമൂഹിക മിതി എന്നും പറയുന്നുണ്ട്. കണ്ടുപിടിച്ചത് ആരായിരുന്നു? ഓർമ്മയുണ്ടോ? കണ്ടുപിടിച്ച ആരായിരുന്നു? സ്റ്റീഫൻ എം കോറി കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. സ്റ്റീഫൻ എം കോറിയാണ് സോഷ്യോമെട്രി അല്ലെങ്കിൽ സാമൂഹിക മിതി കണ്ടുപിടിച്ച വ്യക്തി. അത് പ്രത്യേകം ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റീഫൻ എം കോറിയുടെ കാര്യം കാണിച്ചു തരാം. നമ്മുടെ സാമൂഹിക മിതി എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിൽ ഒരാളോടുള്ള സ്വീകാര്യതയും വിമുഖതയും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സാമൂഹിക ബന്ധ പരിശോധന അല്ലെങ്കിൽ സോഷ്യോമെട്രിക് ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ചത് JL മൊറീനോയാണ് കണ്ടോ. ഗ്രൂപ്പുകളിൽ ഒരു വ്യക്തിയുടെ സാമൂഹിക ബന്ധത്തിൻ്റെ അളവ് നിശ്ചയിക്കാനും അയാളോടുള്ള സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്രമാത്രമാണെന്ന് പരിശോധിക്കുവാനുള്ള മാർഗമാണ് നമ്മുടെ JL മൊറീനോ കണ്ടുപിടിച്ച സാമൂഹിക ബന്ധ പരിശോധന. അത് തന്നെയല്ലേ ചോദിച്ചത് കണ്ടോ. ഒരു കൂട്ടത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹിക ബന്ധം എത്രത്തോളമാണെന്ന് നമുക്ക് കാണിച്ചിരുന്നതാണ് സോഷ്യോമെട്രി എന്ന് പറയുന്നത്. അതിൻ്റെ അത് നമ്മൾ 5 ആൾക്കാരെ പഠിച്ചില്ലേ. ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞ പേരെന്താണ്? ഇവിടെ 9 എന്ന് പറഞ്ഞ വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ അദ്ദേഹമാണ് അവിടുത്തെ ഏകാഗി അല്ലെങ്കിൽ ഐസൊലേറ്റഡ് പേഴ്സൺ എന്ന് പറയും. ഇനിയും 1 4നെയും 4 1നെയും റെഫർ ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അവരാണ് അവിടുത്തെ ട്വിൻസ് അഥവാ ദ്വന്ദ്വങ്ങൾ എന്ന് പറയും. ഇതൊക്കെ നോക്കി വെക്കണം, ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള അടുത്ത ക്വസ്റ്റ്യനകത്ത് വരുന്ന ഇതൊക്കെ കണ്ടോണം. ദ്വന്ദ്വങ്ങൾ എന്ന് പറയും. ഇനിയും 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും 6 2നെയും 7 2നെയും 6 7നെയും ഉണ്ടെങ്കിൽ അവർക്ക് പറയുന്ന പേരെന്താണ്? ക്ലിക്കുകൾ. അടുത്തത് 5നെ തന്നെ എല്ലാവരും റെഫർ ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അവൻ അവിടുത്തെ ആരാണ്? സ്റ്റാർ ആണ്. അല്ലേ? എല്ലാവരും റെഫർ ചെയ്യണമെങ്കിൽ അവനവിടുത്തെ എന്തോ ഒരു വലിയ വ്യക്തിയാണ്, അവനവിടുത്തെ സ്റ്റാർ ആണ്. ഇനിയും ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് വരുവാണെങ്കിൽ അവരാരാണ് അവിടുത്തെ? ഗ്യാങ്ങുകൾ കേട്ടോ. ഗ്യാങ് ആണ് അവിടുത്തെ. ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ ഒരുമിച്ച് വരികയാണെങ്കിൽ അവരാണ് അവിടുത്തെ ഗ്യാങ്ങുകൾ കേട്ടോ. ഗ്യാങ്ങുകൾ എന്ന് പറയുന്നു. അപ്പോൾ കാര്യങ്ങൾ ഓർത്തിരിക്കണം. സാമൂഹ്യ മിതി ഈ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഒരു പ്രത്യേക ബോധന രീതിയുടെ ഫലപ്രാപ്തിയുടെ മികവ് പഠിക്കുന്നതിനായി ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഏതാണ്? എന്താ അവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു പ്രത്യേക ബോധന രീതി. എന്താ ബോധന രീതി എന്നറിയാവോ? ബോധന രീതി എന്നാന്നറിയാവോ? അറിയാവോ? ബോധന രീതി എന്ന് കേട്ടിട്ടുണ്ടോ? ബോധനശാസ്ത്രപരമായ അപഗ്രഥനം എന്ന് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ, ശരിയല്ലേ? നമ്മളൊക്കെ എഴുതിയിട്ടുള്ളതാണ്. പെഡഗോഗിക് അനാലിസിസിൻ്റെ മലയാളം വാക്കായി പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? പെടക്കോഴി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കിയിരുന്ന സാധനം, അത് തന്നെ സാധനം. ഈ ബോധന രീതിയുടെ ഫലപ്രാപ്തി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ക്ലാസ് റൂമിലൊരു കാര്യം പഠിപ്പിക്കാൻ പോകണമെങ്കിൽ നമ്മൾ ചില സ്റ്റഡി ടെക്നിക്സും അതുപോലെ തന്നെ സ്റ്റഡി ലേണിംഗ് എയ്ഡ് അഥവാ TLM അല്ലേ, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയലൊക്കെ നമ്മൾ കൊണ്ടുപോകും. ഇത് ഫലപ്രദമാവുമോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ എന്നെ എടുക്കണം. നമ്മൾ ചുമ്മാ കൈ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ചോദിച്ച ചോദ്യം അതാ. അതായത് നമ്മളൊരു ബോധന രീതി ഡെവലപ്പ് ചെയ്താൽ അത് ഫലം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് നമ്മൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഏതാണ്? സർവേ ചെയ്ത് നോക്കണോ, അതോ കേസ് സ്റ്റഡി നടത്തി നോക്കണോ, നിരീക്ഷിച്ച് നോക്കണോ, പരീക്ഷിച്ച് നോക്കണോ? ഏതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി?
ആ പരീക്ഷിച്ച് നോക്കണം, ശരിയല്ലേ? നിങ്ങളിപ്പം 3ാം ക്ലാസ്സിൽ അല്ലെ 2ാം ക്ലാസ്സിൽ മാത്സ് പഠിപ്പിക്കാൻ നിന്നു. അവിടെ ഉള്ളതാണ് നമ്മുടെ സ്ഥാനവിലകൾ കണ്ടെത്തുക. കേട്ടിട്ടില്ലേ? സ്ഥാനവിലകൾ അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ കണ്ടെടുത്തുക. അതിന് ഉതകുന്ന ഒരു പഠന ബോധന തന്ത്രം പറഞ്ഞേ, ഒരു TLM പറഞ്ഞേ, സ്ഥാനവില കണ്ടെത്താനായിട്ട് പറഞ്ഞോ. നമ്മളൊക്കെ ഉപയോഗിക്കുന്നില്ലേ ക്ലാസ്സിൽ? സ്ഥാനവില കുട്ടികളെ പഠിപ്പിക്കണം. അതിന് ഉപയോഗിക്കുന്ന ഒരു എന്തോ കേട്ടില്ല, സംഖ്യാ പോക്കറ്റ് കറക്റ്റാണ്, അല്ലെങ്കിൽ സ്ഥാനവില പോക്കറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ മറ്റൊരെണ്ണം പറഞ്ഞേ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, ഗണിതത്തിനൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നൊരു സാധനമുണ്ട്, അബാക്കസ്, കേട്ടിട്ടുണ്ടോ? ഈ സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോയി. ഓക്കെ, ഈ സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഈ ഡെവലപ്പ് ചെയ്ത സാധനം വർക്കൗൺ ആവോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ എന്നാ എടുക്കണം? ക്ലാസ് ചെന്ന് സർവേ നടത്തണോ, കേസ് സ്റ്റഡി നടത്തണോ, നിരീക്ഷിക്കണോ, പരീക്ഷിക്കണോ? ഏത് രീതിയിലൂടെ പറ്റത്തുള്ളൂ? പരീക്ഷണ രീതി, ശരിയല്ലേ? ആ ഒരു രീതി ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ടൊരു രീതി കിട്ടത്തുള്ളൂ. അപ്പോൾ ഓർത്തിരിക്കണം, ഈ ബോധന രീതി കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മിക്കപ്പോഴും കാണുന്നതാണ്. ബോധന രീതി എന്ന് വെച്ചാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വർക്കൗട്ട് ആകാനായിട്ട് ചെയ്യുക. ചിലപ്പോൾ ഒരു ചാർട്ടാകാം, ചിലപ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ആകാം, അല്ലെങ്കിൽ ഒരു TLM ആകാം, അല്ലെങ്കിൽ ഒരു ICT പ്രസൻറ്റേഷൻ ആകാം, ഒരു വീഡിയോ ആകാം, ഒരു ഓഡിയോ ആകാം, ഒരു ഫോട്ടോ ആകാം, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് പേപ്പർ വേണേലും ആകാം, അല്ലെങ്കിൽ ബോഡി വരയ്ക്കുന്ന ചെറിയ കാര്യമാകാം, നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ആക്ടിവിറ്റി ആകാം. അതൊക്കെ നമ്മൾ വർക്കൗട്ട് ആവുകയില്ലെന്ന് എങ്ങനെ നോക്കണം? പരീക്ഷിച്ച് വേണം നോക്കുവാൻ. അതാണ് ഇവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പഠന രീതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, നിങ്ങളുടെ ക്ലാസ്സിലെ പ്രതിഭാധനനായ കുട്ടിയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി കണ്ടോ? നിങ്ങളുടെ ക്ലാസ്സിലെ പ്രതിഭാധനനായ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നാണോ ഒന്നിലധികം ആൾക്കാരാണോ പറയുന്നത്? ഒന്നാണോ ഒന്നിലധികം ആൾക്കാരുണ്ടോ? പ്രതിഭാധനനായ എന്ന് പറഞ്ഞാൽ ഒന്നാണോ, സിംഗുലർ ആണോ, പ്ലൂറൽ ആണോ പറയുന്നത്? ഏത് വേക്കാണ് അവിടെ പറയുന്നത്? പ്രതിഭാധനൻ എന്ന് പറഞ്ഞാൽ ഒരാളെയാണോ അതോ ഒന്നിലധികം ആൾക്കാരെയാണോ ഫോക്കസ് ചെയ്യുന്നത്? ഒരാളെ, ശരിയാ. അപ്പം നോക്കിയേ, ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് അയാളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അനുയോജ്യമായിട്ടുള്ള രീതി ഏതാ? ഏക വ്യക്തി പഠനം, ശരിയല്ലേ? പരീക്ഷിച്ചിട്ട് കാര്യമില്ല, നിരീക്ഷിച്ചിട്ട് കാര്യമില്ല, സർവേ നടത്തിയിട്ടും കാര്യമില്ല. പകരം ഏത് നടത്തണം? കണ്ടോ, ഏക വ്യക്തി പഠനം. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, നമ്മുടെ ആ രീതിയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന ഒരെണ്ണമാണ് ഇല്ലേ, ഏക വ്യക്തി പഠനം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പേരിനാണ് കേസ് സ്റ്റഡി എന്നേ ഉള്ളൂ, ശരിയല്ലേ? കേസ് സ്റ്റഡിയുടെ മറ്റൊരു പേരാണ് ഏക വ്യക്തി പഠനം എന്ന് പറയുന്നത്. എന്താണ് ഏക വ്യക്തി പഠനം? ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ എല്ലാ വിധത്തിലും ലഭ്യമായ വിവരങ്ങൾ ശേഖരിച്ച് അപഗ്രഥിച്ച് നിഗമനത്തിലെത്തി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഏക വ്യക്തി പഠനം. അതിൻ്റെ ഒരു കേസിൻ്റെ ആഴത്തിലുള്ള പഠനത്തിനാണ് അവിടെ സാധ്യതയുള്ളത്. അതൊരു ഹോളിസ്റ്റിക് സമീപനമാണുള്ളത്, സമഗ്രമായ പഠനമാണ് അവിടെ നമ്മൾ കാഴ്ചവെക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ്, വീണ്ടും ഒന്നുകൂടി പറയുന്നുള്ളൂ. അപ്പോൾ ഓർത്തിരിക്കണം. ഉണ്ടോ? പ്രതിഭാധന. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചാൽ ഉത്തരം കിട്ടും. ഒരാളെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ അവിടെ ഏതാ വരേണ്ടത്? ഏക വ്യക്തി പഠനമാണ് ഉള്ളത് കേട്ടോ. അതേ മറ്റൊരു പേരാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, നല്ലൊരു ക്വസ്റ്റ്യൻ, എല്ലാ ആൾക്കാരും വരുന്ന നോക്കിയേ. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി കേട്ടോ, നോക്കി വെക്കണം. തെറ്റായ ജോഡിയാണ് വേണ്ടത്. നോക്കിക്കോ, ക്രിയാ ഗവേഷണം സ്റ്റീഫൻ കോറി ആണോ? ആണെങ്കിൽ ഡീൽ ചെയിൻ ഇട്ടു, അല്ലെങ്കിൽ വെട്ടിക്കളഞ്ഞു. ഓക്കെ, സ്റ്റീഫൻ കോറിയാണ്. അടുത്തത്, പ്രക്ഷേപണ രീതിക്കകത്തുള്ളതാണോ തീമാറ്റിക് അപ്രന്റീസ് ടെസ്റ്റ്? മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്, ഇന്നലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പറഞ്ഞതാ, ഉള്ളതാണോ? അതെ, അതിനും കുഴപ്പമൊന്നുമില്ല. അടുത്തത്, ക്ലിനിക്കൽ മെത്തേഡ് JL മൊറീനോ, ശരിയാണോ? ക്ലിനിക്കൽ മെത്തേഡ് JL മൊറീനോ എന്ന് പറഞ്ഞിരിക്കുന്നു, ശരിയാണോ? തെറ്റാണ്. പിന്നെ അത് ആരാണ് ശരിക്കും ഉള്ളത്? പഠിപ്പിച്ചതാ. ആരാ? ക്ലിനിക്കൽ മെത്തേഡിൻ്റെ വക്താവ് ആരാ? ലെറ്റ്നർ വിമർ കേട്ടോ, ലെറ്റ്നർ വിമർ. ഇനി സാമൂഹിക ബന്ധ പരിശോധന JL മൊറീനോയ്ക്കകത്ത് വരുന്നതാണോ ക്ലിക്കുകൾ? ഇപ്പോൾ പഠിപ്പിച്ചതാ ആണോ? അതെ, ക്ലിക്കുകൾ സ്റ്റാറുകളെല്ലാം വരുന്നത് അല്ലേ. അപ്പോൾ ഏതാണ്? ക്ലിനിക്കൽ മെത്തേഡ് JL മൊറീനോയുടെ അല്ല, പകരം ക്ലിനിക്കൽ മെത്തേഡ് ആരുടെയാണ്? ലൈറ്റ്നർ വിമറിൻ്റെയാണ് ക്ലിനിക്കൽ മെത്തേഡ് ഉള്ളത് കേട്ടോ. ഉണ്ടോ? ക്ലിനിക്കൽ മെത്തേഡ് ആരെയാണ്? ലൈറ്റ്നർ വിമറിൻ്റെയാണ് ക്ലിനിക്കൽ മെത്തേഡ് ഉള്ളത്. പേരുകൾ ഓർത്തിരിക്കണം, ഇന്നലെയും പറഞ്ഞാണ്, ഇന്നലെ കൊണ്ട് നിങ്ങളെ ക്ലാസ് തീരും തന്നെ എഴുതിപ്പിച്ചതുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സാമൂഹിക ക്ലിനിക്കൽ മെത്തേഡ് JL മൊറീനോ, അല്ലെങ്കിൽ ഈ JL മൊറീനോ എന്നാ കണ്ടുപിടിച്ചേ? ഇതിൻ്റെ അകത്തുണ്ട് JL മൊറീനോ കണ്ടുപിടിച്ചത് എന്നതാ? സാമൂഹിക ബന്ധ പരിശോധന. ഉണ്ടോ? അപ്പോൾ പേരുകൾ മറന്നുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ അതിൻ്റെ അകത്തുള്ള ആൾക്കാരുടെ പേരുകളെല്ലാം കിട്ടും. പിന്നെയുള്ളത് നമ്മുടെ ആരുടെയാ?
നമ്മുടെ ഇൻവെൻട്രി അല്ലെങ്കിൽ നമ്മുടെ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ഇൻട്രോസ്പെക്ഷൻ്റെ അകത്തുള്ള വുഡും ടീച്ചറും മാത്രമേ പിന്നെ ഇല്ലാത്തുള്ളൂ. അപ്പോൾ അത്രയും പേരുടെ പേരുണ്ടെങ്കിൽ ആ പാഠത്തിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ കടന്നു വന്നു കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രക്ഷേപണ രീതികളിൽ കാരണവർ സ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? കണ്ടോ, അതായത് പ്രക്ഷേപണ രീതികളില്ലേ അല്ലെങ്കിൽ പ്രക്ഷേപണ വിധികളില്ലേ നമ്മൾ പഠിച്ച പ്രൊജക്റ്റീവ് ടെക്നിക്കിൽ, അതിൽ കാരണവർ സ്ഥാനം എന്ന് പറഞ്ഞാൽ മെയിൻ പൊസിഷൻ ആർക്കാണ് കൊടുക്കേണ്ടത്? ആർക്കാണ് വേണ്ടത്? റോഷേ മഷീപ്പ് പരീക്ഷയ്ക്കാണോ, പ്രകരണ സംരക്ഷണ പരീക്ഷയ്ക്കാണോ, ബാലക സംപ്രദർശന പരീക്ഷയ്ക്കാണോ, ചിത്രപൂർത്തീകരണ പരീക്ഷയ്ക്കാണോ? ആർക്കാ കൊടുക്കേണ്ടത്? ഇവിടെ നോക്കി, നമ്മൾ ആദ്യം പഠിച്ചതിനകത്തുണ്ടായിരുന്നില്ലേ, നമ്മുടെ പ്രക്ഷേപണ രീതിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആളെ അല്ലേ ഏറ്റവും ആദ്യം ഇടേണ്ടത്? ആർക്കാ കൊടുക്കേണ്ടത്? റോഷേ മഷ്യൂപ്പ് പരീക്ഷ. ആരാ ഉള്ളത്? നമ്മുടെ റോഷേ മഷ്യൂപ്പ് പരീക്ഷയ്ക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് റോഷയുടെ മഷ്യൂപ്പ് പരീക്ഷയ്ക്കാണ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഓർത്തിരിക്കണം, പ്രക്ഷേപണ വിധികളിൽ കാരണവർ സ്ഥാനം അല്ലെങ്കിൽ അപ്പൻ്റെ സ്ഥാനം കൊടുക്കേണ്ട ആർക്കാണ്? റോഷയുടെ മഷ്യൂപ്പ് പരീക്ഷയ്ക്കാണ് അവിടെ പ്രക്ഷേപണ വിധികളിൽ അപ്പൻ്റെ സ്ഥാനം കൊടുക്കേണ്ടത്. ബാക്കി നമ്മൾ കേട്ട് ഓർമ്മ പോലും ഇല്ലല്ലോ, അതുകൊണ്ട് അതിനെ അങ്ങ് വിട്ടുകള. പ്രകരണ സ്ഥാനവും ഈ ബാലക സംരക്ഷണം എന്നാണെന്നറിയോ? നമ്മൾ പഠിച്ച ചിൽഡ്രൻസ് അപ്പറ്റിഷൻ ടെസ്റ്റ് ഇല്ലേ, ആ സാധനത്തിന് തന്നെ മലയാളമാണ് സാധനം കേട്ടോ. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് പറഞ്ഞോ, സോഷ്യോഗ്രാം ഉപയോഗിച്ച് കുട്ടികളെ വിശകലനം ചെയ്തപ്പോൾ അമ്പിളി ടീച്ചർക്ക് ലഭിച്ച ചിത്രീകരണം താഴെ കൊടുത്തതുപോലെ ആയിരുന്നു. ഇത് ഏത് ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്? നോക്കി ഉത്തരം പറഞ്ഞു. ഇപ്പം പഠിപ്പിച്ചതാണ്, ഇന്നലെയും പഠിപ്പിച്ചതാണ്, ഇപ്പോൾ ഒന്നുകൂടി പറഞ്ഞതുവാ. അറിയാമല്ലോ ഏതാണ്? ക്ലിക്കുകൾ. കണ്ടോ, ക്ലിക്കുകൾ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വേറെ ഒന്നും ആലോചിക്കാനില്ല. ക്ലിക്കുകൾ. ഗ്യാങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠിച്ചു, ഒന്നിലധികം ആൾക്കാർ ഇങ്ങനെ കൂട്ടമായിട്ട് വരണം. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരാളെ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യണം. ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞാൽ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഓക്കെ, അതായി. അടുത്തത് നോക്കിക്കോ, മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും അവയുടെ ഉദ്ദേശ്യങ്ങളും ചുവടെ ചേർത്തിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ, സഞ്ചിത രേഖ. വേണ്ട ഏതാണ്? ശരിയായ ജോഡിയാണ് വേണ്ടത് കേട്ടോ, തെറ്റായ ജോഡിയല്ല. ക്വസ്റ്റ്യൻ ഒന്ന് ഫോക്കസ് ചെയ്യണം. ശരിയായ ജോഡിയാണ് ഇവിടെ നമുക്ക് ആവശ്യം. നോക്കിക്കേ, സഞ്ചിത രേഖ കുട്ടികളുടെ അവിചാരിത സംഭവങ്ങളും പ്രതികരണവും രേഖപ്പെടുത്തുന്നു. ശരിയാണോ പറഞ്ഞത്? സഞ്ചിത രേഖയ്ക്കകത്ത് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡിനകത്താണോ കുട്ടികളുടെ അവിചാരിത സംഭവങ്ങളും അതുപോലെ തന്നെ പ്രതികരണം രേഖപ്പെടുത്തുന്നത്? ആണോ? ആണെങ്കിൽ ഡീൽ സൈൻ ഇട്ടോ, അല്ലെങ്കിൽ തല കിഴിച്ചിട്ടോ. ഓപ്ഷൻ ഇടാമല്ലോ. ആണോ? സഞ്ചിത രേഖ, ഞാൻ ഇന്നലെ പറഞ്ഞത് സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ കുട്ടികളോടൊപ്പം നമ്മൾ സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവരുടെ ആരംഭം മുതലുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് നമ്മൾ ഇടണം. ഇവിടെ എന്താണ്? അവിചാരിതമായ സംഭവങ്ങളുള്ളത്, ഇടയ്ക്കിടയ്ക്ക് വരുന്ന സംഭവങ്ങളുള്ള, അപ്പോൾ അത് തെറ്റാണ്. സഞ്ചിത രേഖ എന്ന് വെച്ചാൽ ആരംഭം മുതലുള്ള തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ കൊടുക്കണം, അപ്പോൾ അത് തെറ്റാണ്. ഇനിയും ഉപാഖ്യാന രേഖ നോക്കി, കുട്ടികളുടെ സമഗ്രമായ വിവരങ്ങൾ തുടർച്ചയായി രേഖപ്പെടുത്തുന്നു. അത് ശരിയാണോ? ഇത് സത്യം തിരിഞ്ഞു പറഞ്ഞത് അല്ലേ? സഞ്ചിത രേഖ ഇങ്ങോട്ടും ഉപാഖ്യാന രേഖ ഇങ്ങോട്ടും പോയിരുന്നത് ശരിയായിരുന്നു. സഞ്ചിത രേഖയാണ് കുട്ടികളുടെ സമഗ്രമായ വിവരങ്ങൾ തുടർച്ചയായിട്ട് രേഖപ്പെടുത്തുന്നത്. ഉപാഖ്യാന രേഖയാണ് കുട്ടികളുടെ അവിചാരിത സംഭവങ്ങളും പ്രതികരണം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അത് രണ്ടും തെറ്റാണ്. അടുത്തത് പ്രക്ഷേപണ രീതി. ഇപ്പോൾ പറഞ്ഞത് അല്ലേ, അബോധ മനസ്സിലെ വികാരങ്ങൾ അപഗ്രഥിക്കുന്നു. ശരിയാണോ? ശരിയാണോ? പ്രക്ഷേപണ രീതി അബോധ മനസ്സിലുള്ള വികാരങ്ങളെ അപഗ്രഥിക്കുന്നു. ശരിയാണ്. അടുത്തത് ക്രിയാഗവേഷണം. നോക്കി, ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ സമഗ്രമായി പഠിക്കുന്നു. അത് ശരിയാണോ? ഒരു വ്യക്തിയുടെ പ്രശ്നത്തെയാണോ പഠിക്കുന്നത്? അല്ല, പകരം ഏതാ പഠിക്കേണ്ടത്? ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന പ്രശ്നത്തെയാണ് പഠിക്കേണ്ടത്. ക്രിയാഗവേഷണം. ഒരു വ്യക്തിയുടെ പ്രശ്നം സമഗ്രമായി പഠിക്കുന്നത് എന്നതാ ഇപ്പം നമ്മൾ പഠിച്ചതാ, കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഏക വ്യക്തി പഠനം എന്ന് പറയുന്ന സാധനം കേട്ടോ. അതാണ് അവിടെ വരേണ്ടത്. സോ ഇത് ക്രിയാഗവേഷണം അല്ല. സോ ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. കണ്ടോ, എന്ത് വ്യക്തമായിട്ട് പഠിച്ചാൽ നമുക്ക് മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന വിഷയമാണ് സൈക്കോളജി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇത് 3 വർഷത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് ഓർക്കണം കേട്ടോ. ഓക്കെ, ഒരു കുട്ടിയെക്കുറിച്ചുള്ള ആഴത്തിലും പരപ്പിലുമുള്ള പഠനത്തിന് ഉപയോഗിക്കാവുന്ന രീതി ഏതാണ്? കണ്ടോ, ഒരു കുട്ടിയെക്കുറിച്ചുള്ള ആഴത്തിലും പരപ്പിലുമുള്ള പഠനം എന്ന് പറഞ്ഞാൽ എന്നാ? സമഗ്ര പഠനം. പഠിക്കുന്ന ഏതാ? ചോദ്യാവലിയാണോ, അഭിമുഖമാണോ, കേസ് സ്റ്റഡി ആണോ, സോഷ്യോമെട്രി ആണോ? ഇപ്പോൾ ഒരുപാട് വട്ടം പറഞ്ഞാൽ ഏതാ ഉത്തരം? ആഴത്തിലും പരപ്പിലുമുള്ള പഠനത്തിൽ ഉപയോഗിക്കുന്നത് ചോദ്യാവലി, അഭിമുഖം, കേസ് സ്റ്റഡി, സോഷ്യോമെട്രി. ഏതാ ഉത്തരം വരേണ്ടത്? നമ്മുടെ
കേസ് സ്റ്റഡി അല്ലേ? ആഴത്തിലും പഴപ്പിലുമുള്ള പഠനമാണ് കേസ് സ്റ്റഡി. ചോദ്യാവലി വരത്തില്ല, അഭിമുഖം വരത്തില്ല, സോഷ്യോമെട്രി ഒരു സമൂഹത്തിലുള്ള നിലയും വിലയുമാണ് കേട്ടോ. ഒരു കുട്ടിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവും വിവരങ്ങളും അതിന് കിട്ടത്തില്ല. കേസ് സ്റ്റഡി നടത്തിയെങ്കിൽ മാത്രമേ ആഴത്തിലും പരപ്പിലുമുള്ള എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സമഗ്രമായ എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കേസ് സ്റ്റഡിയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ദിവസത്തേക്ക് ക്ലാസ് റൂം പ്രശ്നങ്ങൾ ഉണ്ടോ? വീണ്ടും വന്നുണ്ടോ? ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഏതാണ്? സർവേ ആണോ, കേസ് സ്റ്റഡി ആണോ, ക്രിയാഗവേഷണമാണോ, നിരീക്ഷണമാണോ? ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, ക്ലാസ്സിൽ കോമൺ ആയിട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള രീതി ഏതാ? ABCD ഇപ്പോൾ ഒരു വട്ടം പറഞ്ഞല്ലേ, ഏതാ വേണ്ടത്? സർവേ ആണോ, കേസ് സ്റ്റഡി ആണോ, ക്രിയാഗവേഷണമാണോ, നിരീക്ഷണമാണോ? ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ക്ലാസ്സിലൊരു പ്രശ്നത്തെ മുഖാമുഖം നേരിടുന്ന അധ്യാപകൻ അവയ്ക്ക് അടിസ്ഥാനമായ കാര്യകാരണങ്ങളെ ഒരു ഗവേഷക മനോഭാവത്തോടുകൂടി വിലയിരുത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് ക്രിയാഗവേഷണം. യെസ്, കറക്റ്റാണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസറായിട്ട് വേണ്ടത്. ബാക്കിയെല്ലാം നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞു കണ്ടോ. ഓപ്ഷൻ എല്ലാം വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നേ ഉള്ളൂ. 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നമുക്ക് ഐഡിയ കിട്ടും കേട്ടോ. അടുത്ത ദിവസത്തേക്ക് താഴെ പറയുന്നതിൽ പ്രക്ഷേപണ രീതി ഏതാണ്? കണ്ടോ, വീണ്ടും അവിടുന്ന് തന്നെ ക്വസ്റ്റ്യൻ. പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. തീമാറ്റിക് അപ്പറ്റിഷൻ ടെസ്റ്റ് ഉണ്ട്, റോഷേ മഷോ പരീക്ഷയുണ്ട്, വൈയക്ത്യ പ്രശ്ന പരിഗണന രീതിയുണ്ട്. ഏതാണ്? അതോ എയും ബിയും ആണ്? ഏതാണ് വേണ്ടത്? പറഞ്ഞോ, പഠിച്ചതല്ലേ ഇപ്പോൾ? ഡി, എയും ബിയും ആണ് ഉള്ളത് അല്ലേ? തീമാറ്റിക് അപ്പറ്റിഷൻ ടെസ്റ്റും റോഷേ മഷോ പരീക്ഷ, അതുപോലെ തന്നെ ചിൽഡ്രൻസ് അപ്പറ്റിഷൻ ടെസ്റ്റ്, പരിസരജ പരീക്ഷ, വാക്യപൂർണ്ണ പരീക്ഷ എല്ലാം പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ, ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏറ്റവും വസ്തുനിഷ്ഠമായ പഠന രീതി അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ മനഃശാസ്ത്ര പഠന രീതി ഏതാണ്? വസ്തുനിഷ്ഠം എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏതാണ്? അന്തർനിരീക്ഷണം അഥവാ നമ്മൾ പഠിച്ച നമ്മുടെ ആദ്യത്തേത് നമ്മുടെ ആത്മനിഷ്ഠ രീതിയാണ് ഈ അന്തർനിരീക്ഷണം എന്ന് പറയുന്നത്. പിന്നെയുള്ളത് നിരീക്ഷണം, പിന്നെയുള്ള അഭിമുഖം, പിന്നെയുള്ളത് മനഃശാസ്ത്ര ശോധകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം അതിൻ്റെ അകത്ത് വരും. മനഃശാസ്ത്ര ശോധകങ്ങളൊക്കെ അല്ലേ നമ്മൾ പഠിക്കുന്നത്? മനഃശാസ്ത്ര ഗവേഷണ ഉപാധിക രീതികൾ, അതിന് മറ്റൊരു പേരല്ലേ മനഃശാസ്ത്ര ശോധകങ്ങൾ. അപ്പോൾ ഏതാ ഉത്തരം വരേണ്ടത്? വസ്തുനിഷ്ഠമായിട്ടുള്ള മനഃശാസ്ത്ര പഠന രീതി ഏതാ? എല്ലാം വരത്തില്ലേ? അതിനകത്ത് കൂടുതലായിട്ടും വരുന്നത് പരീക്ഷണ രീതിയാണ്. പക്ഷേ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് വരുന്നത് നമ്മൾ എടുത്ത് പഠിച്ച ഓർമ്മമാണ്. പക്ഷേ അതിൻ്റെ അകത്തുണ്ടോ? ഇല്ല. പിന്നെയുള്ളത് ഏതേ ഉള്ളൂ? മനഃശാസ്ത്ര ശോധകങ്ങൾ. അതിൻ്റെ അകത്ത് ഈ പറയുന്ന എല്ലാ ആൾക്കാരും വരും കേട്ടോ. അതാണ് അതിൻ്റെ ഗുണം. നമ്മളാ പഠിച്ച 15 പേരും ഈ പറയുന്ന മനഃശാസ്ത്ര ശോധകങ്ങൾക്കകത്ത് ഉൾപ്പെടും. അപ്പോൾ ഇതാണ് ഇവിടെ ആൻസറായിട്ട് വരേണ്ടത്. നിങ്ങളുടെ അങ്ങോട്ട് മഴയുണ്ടോ? ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഭയങ്കര മഴ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇല്ലേ? എന്നാൽ ഇവിടെ നല്ല ഇപ്പോൾ വൈത്ത ഇപ്പോൾ സ്വരം കേൾക്കുന്നില്ല ഇപ്പോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചുവടെ നൽകിയിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് പറഞ്ഞു. റോഷേ മഷോ പരീക്ഷ, തീമാറ്റിക് അപ്പറ്റിഷൻ ടെസ്റ്റ്, പരിസരജ പരീക്ഷ, സഞ്ചിത രേഖ ഏതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരുപാട് വട്ടം പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യനകത്ത് വന്നതാണ്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഡി. കാരണം എന്താ? സഞ്ചിത രേഖയാണ് മാറി നിൽക്കുന്നത്. ബാക്കിയെല്ലാം ആരാ? നമ്മുടെ പ്രക്ഷേപണ രീതിയുടെ ടെസ്റ്റുകളാണ് അല്ലേ? ബാക്കിയെല്ലാം തന്നെ പ്രക്ഷേപണ രീതിയുടെ ടെസ്റ്റുകളാണ്. സഞ്ചിത രേഖ മാത്രമേ അതല്ലാത്തതുള്ളൂ. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്ന പ്രക്ഷേപണ രീതി ഏത്? കണ്ടോ, വീണ്ടും 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 പ്രക്ഷേപണ രീതിയെ പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഏതാണ് പ്രക്ഷേപണ രീതി? വാക്യപൂർണ്ണ പരീക്ഷയാണോ, സോഷ്യോഗ്രാം ആണോ, ചെക്ക് ലിസ്റ്റ് ആണോ, ചോദ്യാവലിയാണോ? ഏതാ പ്രക്ഷേപണ രീതി? ഏത്? അറിയാലോ, വാക്യപൂർണ്ണ പരീക്ഷ. ഉണ്ടോ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് എവിടെ നിന്നാണ് മനസ്സിലായില്ലേ? പ്രക്ഷേപണ രീതി, അതായത് പ്രൊജക്റ്റീവ് മെത്തേഡിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യനും ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. സോ അത് ഫോക്കസ് ചെയ്ത് പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഒരു വ്യക്തിയുടെ സവിശേഷതകൾ എത്ര മാത്രമുണ്ടെന്നും എത്ര തീവ്രതയിലുമുണ്ടെന്നും ലഭിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? പഠിച്ചതാ, ഇന്നും ഞാൻ പറഞ്ഞതാ. ചെക്ക് ലിസ്റ്റ് ആണോ, റേറ്റിംഗ് സ്കെയിലാണോ, സർവേ ആണോ, അഭിമുഖമാണോ? എത്ര അളവിലും തീവ്രതയിലുമുണ്ടെന്ന് നമുക്ക് കിട്ടുന്നത്? ABCD ഏതാ? റേറ്റിംഗ് സ്കെയിൽ കേട്ടോ. റേറ്റിംഗ് സ്കെയിലാണ് എത്ര മാത്രം അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഇവിടെ നമ്മൾ പഠിച്ചായിരുന്നു ഇന്നലെ അല്ലേ? ഇന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഒരു സാഹചര്യത്തെയോ വസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ പ്രകാശമാണ് ഇതിലുള്ളത്. ചെക്ക് ലിസ്റ്റിന് വ്യത്യസ്തമായ റേറ്റിംഗ് സ്കെയിൽ ഉൾപ്പെടുന്ന നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിൻ്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഓർത്തിരിക്കണം കണ്ടോ, എത്ര അളവിലും തീവ്രതയിലും രേഖപ്പെടുത്തുന്ന ഏതാണ്? നമ്മുടെ
റേറ്റിംഗ് സ്കെയിലാണ് രേഖപ്പെടുത്തുന്നത്. ബാക്കിയെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ, ഇനി പറയുന്നില്ല. അടുത്തത്, ഒരു കുട്ടിയുടെ സമഗ്രമായ ചിത്രം നൽകുന്ന രേഖ ഏതാണ്? പുരോഗതി രേഖയാണോ, പോർട്ട്ഫോളിയോ ആണോ, അനക്ഡോട്ടൽ റെക്കോർഡാണോ, ക്യുമുലേറ്റീവ് രേഖയാണോ? സമഗ്രമായതാ വേണ്ടത്. അതായത് ആരംഭം മുതലുള്ള കാര്യങ്ങൾ വേണം. അതേതാ? പുരോഗതിക്കകത്താണോ, പോർട്ട്ഫോളിയോക്കകത്താണോ, അനക്ഡോട്ടലിനകത്താണോ, ക്യുമുലേറ്റീവിനകത്താണോ? മുമ്പേ പറഞ്ഞതാ. ഏതാ? അതിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് ചോദിച്ചത് കണ്ടോ. അപ്പോൾ ഇംഗ്ലീഷ് ടേം പഠിച്ചിരിക്കണം. സഞ്ചിത രേഖ ഉത്തരം വരേണ്ടത് അല്ലേ. അതിൻ്റെ ഇംഗ്ലീഷ് എന്നതാ? ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് കേട്ടോ. ക്യുമുലേറ്റീവ് രേഖയാണ് ഇവിടെ ആൻസറായിട്ട് വേണ്ടത്. പുരോഗതി രേഖ എന്നാന്ന് അറിയത്തില്ലേ? നമ്മുടെ പ്രോഗ്രസ് കാർഡ് ഇല്ലേ, പ്രോഗ്രസ് കാർഡ് നമ്മൾ ഇവാലുവേഷൻ കൊടുക്കുന്ന ടേം ആൻഡ് ഇവാലുവേഷനും ഓണപ്പരീക്ഷ ക്രിസ്മസ് പരീക്ഷ കഴിക്കുമ്പോൾ കൊടുക്കുന്ന പ്രോഗ്രസ് കാർഡ് ഇല്ലേ, അതിന് പറയുന്ന പേരാണ് പുരോഗതി രേഖ അല്ലെങ്കിൽ പ്രോഗ്രസ് രേഖ എന്ന് പറയുന്നത്. ഇനി പോർട്ട്ഫോളിയോ എന്നാണെന്നറിയാവോ? നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു വാക്കാണ് പോർട്ട്ഫോളിയോ. അതായത് നിങ്ങൾ ഈ DLEDും BEdും ഒക്കെ പഠിക്കാൻ കമ്മീഷൻ വരത്തില്ലേ, ഈ കമ്മീഷൻ വരുമ്പോൾ നിങ്ങൾ എന്നതൊക്കെയാണ് കൊണ്ടുവെക്കുന്നത്? നിങ്ങളുടെ ഒരു ചെറിയ ടീച്ചർമാരിൽ മാത്രമാണോ കൊണ്ടുവെക്കുന്നത്? ആണോ? നിങ്ങൾക്ക് കമ്മീഷൻ വന്നിട്ടില്ലേ? അല്ല, പകരം എന്നാ കൊണ്ടുവെക്കും? നിങ്ങൾ ആ സെമസ്റ്റർ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇല്ലേ, എഴുത്തും കുത്തും TLMും ചാർട്ടും എല്ലാ കാര്യങ്ങളും, പ്രൊജക്റ്റും അസൈൻമെൻറ്റും റിപ്പോർട്ടും സെമിനാറിൻ്റെ മിനിറ്റ്സും എല്ലാം കൊണ്ട് സബ്മിറ്റ് ചെയ്യും. ശരിയല്ലേ? എന്താ അത്? പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു കാലയളവിലുള്ള എല്ലാ രേഖകളും നമ്മൾ റെക്കോർഡാക്കി വെക്കുന്നതാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അങ്ങനെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ കേട്ടോ. അനക്ഡോട്ടൽ റെക്കോർഡ് എന്തായിരുന്നു? നമ്മുടെ അനക്ഡോട്ടൽ റെക്കോർഡ് നമ്മുടെ ഉപാഖ്യാന രേഖ അല്ലേ. എന്താണ്? ഒരു വ്യക്തിയിലുണ്ടാകുന്ന അവിചാരിതമായ സംഭവങ്ങളും പ്രതികളും രേഖപ്പെടുത്തി വെക്കുന്നതാണ് ഉപാഖ്യാന രേഖ അല്ലെങ്കിൽ അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ക്യുമുലേറ്റീവ് റെക്കോർഡ്, സഞ്ചിത രേഖ എന്ന് പറയും. ഒരു കുട്ടിയുടെ സമഗ്രമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഒരു കുട്ടിയുടെ ആരംഭം മുതലുള്ള തുടർച്ചയായിട്ടുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് ടേമും പഠിക്കണം കണ്ടോ. ചോദിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് കണ്ടോ, മനസ്സിലായില്ലേ? ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടേംസ് പഠിച്ചു വെക്കണം. ഇംഗ്ലീഷിലുള്ള ടേംസ് അതേപടി നിങ്ങളോട് മലയാളത്തിൽ ചോദിക്കും കേട്ടോ. ഈ ക്യുമുലേറ്റീവ് അനക്ഡോട്ട് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ടേംസ് ആണ് ചോദിച്ചത്. മലയാളം ഉപാഖ്യാന രേഖ, സഞ്ചിത രേഖ എന്നതാണ്, അത് വന്നിട്ടില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കി, അത് നമ്മൾ ഇതിനകത്ത് സ്റ്റീഫനും കോറിയെ കണ്ടോണ്ട് ഞാൻ എടുത്തിട്ടതാണ്. നോക്കി, ZPD ചേടുംപടി ചേർക്കണം. ZPD ആരാണ്? ബ്രിജസ് ചാർട്ട് ആരാണ്? ക്രിയാഗവേഷകനോ ആരാണ്? അഡോളസൻസ് അഗ്രഷൻ ആരുടെയാണ്? ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരാളെ തപ്പിയാൽ മതി. ക്രിയാഗവേഷണം നമുക്കറിയാം ആരാണ്? സ്റ്റീഫനും കോറിയാണ്. സോ 3 ബിയിലോട്ട് പോകണം. 3 ബി വരുന്ന ഒരാളേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ആരാ? അങ്ങനെ വേണം ഓപ്ഷനിലേക്ക് ഡയറക്റ്റ് പോവാം. 3 ബി വരുന്ന ആരാ? ഉണ്ടോ? ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടുകൊണ്ട് മാത്രം എടുത്തിട്ടതാണ്. 3 ബി വരുന്ന ആരാ? ബാക്കി നിങ്ങളെ പഠിപ്പിച്ചില്ലല്ലോ, പഠിപ്പിക്കുന്ന പോകുന്നല്ലേ ഉള്ളൂ. 3 ബി വരുന്ന ആരാ? 3 ഇവിടെ എ ആണ്, 3 ഇവിടെ ഡി ആണ്, 3 ഇവിടെ എ ആണ്, 3 ഇവിടെ ബി ആണ്. നമുക്ക് വേണ്ട ആരെയാ? 3 നമുക്ക് ബി വേണം. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഉണ്ടോ? ഒറ്റ ഒരെണ്ണം അറിയാമെങ്കിൽ ആ ഉത്തരം കിട്ടി. അതാണ് ഇവിടുത്തെ ഗുണം കണ്ടോ. അപ്പോൾ ZPD ആരായിരിക്കും? ZPD കണ്ടുപിടിച്ചത് വിഗോസ്കി. ZPD എന്ന് വെച്ചാൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. നമ്മളിപ്പോൾ അടുത്ത ക്ലാസ്സിനകത്ത് പോകാനുള്ളതാണ്. അടുത്ത ബ്രിജസ് ചാർട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എന്താണ് ചാലക വികാസങ്ങൾ കണ്ടെത്തിയതാണ് കാതറിൻ ബ്രിഡ്ജസ്. അദ്ദേഹം കണ്ടെത്തിയ ചാർട്ടാണ് ബ്രിജസ് ചാർട്ട്. സോ ഇത് ഡി ആണ് വരേണ്ടത്. അഡോളസൻസ് അഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽബർട്ട് ബന്ദൂരയുടെ ഒരു പുസ്തകമാണ്. കുട്ടികളുണ്ടാകുന്ന അഡോളസൻസ് കാലയളവിൽ ഉണ്ടാകുന്ന അഗ്രഷൻസ് അദ്ദേഹം ഒരു പുസ്തകമാക്കിയതിന് പറയുന്ന പേരാണ് അഡോളസൻസ് അഗ്രഷൻ എന്ന് പറയുന്നത്. കണ്ടുപിടിച്ചത് ആൽബർട്ട് ബന്ദൂരയാണ്. സോ ഇത്രയുമാണ് 3 വർഷത്തെക്കുറിച്ച്, അതായത് 2021 തൊട്ട് 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ കേറ്ററ്റ് കാറ്റഗറി 1 PSC ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നിങ്ങൾ കണ്ടത്. കേറ്ററ്റ് 1 കേറ്ററ്റ് 2 PSC ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നിങ്ങൾ കണ്ടത്. കണ്ടോ? എളുപ്പമല്ലേ? ആ ഒരു 2 ക്ലാസ് കണ്ടല്ലോ, ഏകദേശം ഒരു 1.5 മണിക്കൂറിനടുത്തേ ഉള്ളൂ. കണ്ടോ? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കറക്റ്റാണ് കണ്ടോ? 3 വർഷത്തേക്കായിട്ട് 1ൽ 2 ഇപ്പോൾ 20 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 6 3 18 ക്വസ്റ്റ്യൻ വന്നു. 2 ക്വസ്റ്റ്യൻ നമുക്ക് PSCക്കകത്തുനിന്ന് എടുത്തതാണ്. കഴിഞ്ഞ വട്ടം വന്ന PSCക്കകത്തുനിന്ന് എടുത്താണ്. ഈ ക്വസ്റ്റ്യനും ഫസ്റ്റ് ക്വസ്റ്റ്യനും PSCക്കകത്തെയാണ്. ഇത് LPSCയുടെ ആണ്. മറ്റേത് ആദ്യത്തെ 1 ക്വസ്റ്റ്യൻ UPSCയുടെ ക്വസ്റ്റ്യൻ ആണ്. സോ അവിടെ നമുക്ക് മനസ്സിലായി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഈ പാർട്ടിൽ നിന്നുണ്ട്. സോ ഇത് പഠിക്കണം. ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ എവിടെ നിന്നൊക്കെയാണ് ഓർമ്മയില്ലേ? നമ്മുടെ പ്രൊജക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ പ്രക്ഷേപണ രീതിയും കേസ് സ്റ്റഡിയുമാണ് കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത് അല്ലേ. പിന്നെയുള്ളത് സോഷ്യോമെട്രി. ഈ 3 പേരെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചേ പറ്റത്തുള്ളൂ, വേറൊരു രക്ഷയില്ല. കൂട്ടത്തിൽ ബാക്കിയുള്ള ആൾക്കാരെയും കൂടി പഠിക്കണം. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. കിട്ടിയില്ലേ? എളുപ്പമല്ലേ? 20ൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി? 15ന് വേണ്ടി സ്കോർ ചെയ്യാൻ പറ്റിയോ? 20ൻ്റെ അകത്ത് ഈ ഒരു പാഠത്തിൽ തന്നെ 20 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു.
അല്ലേ? അതിൻ്റെ മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തുകൊണ്ട് വന്നേ. 15 മേളിൽ കിട്ടിയോ? 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 ആ ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്നത് നമ്മുടെ ഒന്നാമത്തെ പാഠം നമ്മൾ വളരെ മനോഹരമായിട്ട് തീർത്തോ. നമ്മൾ ഇനിയും പോകുന്നത് രണ്ടാമത്തെ പാഠത്തിലേക്കാണ്. രണ്ടാമത്തെ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളോട് എനിക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. ഇവിടെ നമ്മൾ പഠിക്കുന്നത് കുട്ടികളുടെ ശിശുവികാസത്തെ പറ്റിയാണ് കേട്ടോ. രണ്ടാമത്തെ പാഠം ശിശുവികാസമാണ് കേട്ടോ. ശിശുവികാസം അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. ഈ ശിശുവികാസത്തിൽ നമ്മൾ പഠിക്കുന്നത് 5 കാര്യങ്ങളാണ്. 5 അല്ല, 6 കാര്യങ്ങൾ കേട്ടോ. 6 കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം നോട്ട് ബുക്ക് ഇല്ലേ? സൈക്കോളജിക്ക് ഒരു നോട്ട് ബുക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? നോട്ട് ബുക്കില്ലേ കയ്യിൽ? ഓക്കെ, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ നോട്ട് ബുക്കിൽ ഒരു 2 പേജ് വെച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. ഇതൊരു കോഡിലൂടെ നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു ചാപ്റ്ററാണ് ഇതിൽ ഏറ്റവും വലിയ ചാപ്റ്റർ. ഏകദേശം ഒരു 80 പേജോളം രണ്ടാമത്തെ ചാപ്റ്ററിനാണ് പോകുന്നത് കേട്ടോ. ബാക്കി പോയിട്ട് ഏകദേശം ഒരു 40 പേജ് എടുത്തേ നമ്മുടെ ഈ പറഞ്ഞ ഒന്നാമത്തെ പാഠത്തിനും മൂന്നാമത്തെ പാഠത്തിനും കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന രണ്ടാമത്തെ പാഠം നമ്മൾ പഠിക്കാൻ പോകുന്ന ശിശുവികാസം, ചൈൽഡ് ഡെവലപ്മെൻറ്റ്. കാരണം അധ്യാപകരാകുമ്പോൾ നമ്മൾ കുട്ടികളെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ശിശുവികാസം എപ്രകാരമായിരിക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പം നമുക്കുള്ളൊരു കോഡ് പറഞ്ഞു തരാം. കോഡ് വളരെ സിമ്പിളാണ്. ആ കോഡ് ഞാനിന്ന് പറയുന്നുള്ളൂ. അതിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസമായിരിക്കും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എഴുതേണ്ടത് ആദ്യത്തെ ഒരു പേജ് എടുത്ത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒരു ആദ്യത്തെ പേജ് എടുത്ത് ഇന്ന് ഈ പറയുന്ന കാര്യങ്ങൾ ഈ കോഡ് മൊത്തത്തിൽ എഴുതി വെക്കണം. നാളെ തൊട്ട് അതിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തെടുത്ത് പഠിക്കും. ആ ഓരോന്നിനും നിങ്ങൾ ഷോർട്ടാക്കി എഴുതണം. അവസാനം അതൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്താൽ ഈ പാഠം മൊത്തം നിങ്ങളുടെ മനസ്സിലിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ കോഡ് പറയാൻ പോവാണ്. നമുക്കറിയാം നമ്മൾ ഈ കാറ്ററ്റ് എക്സാം എഴുതി നമ്മൾ പാസ്സായാൽ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്നായിരിക്കും? കാറ്ററ്റ് നിങ്ങൾ എഴുതി, ഇനി വരാൻ പോകുന്ന കാറ്ററ്റ് പരീക്ഷ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്നതായിരിക്കും? എന്നതാ ലക്ഷ്യം? അനശ്വര്യയുടെ മൈക്കിന് എന്തോ കുഴപ്പമുണ്ട്. അനശ്വര്യ ടൈപ്പ് ചെയ്തിട്ടാൽ മതി. സാരമില്ല, എനിക്ക് മനസ്സിലാവും. ആ മൈക്കിൻ്റെ കംപ്ലൈൻറ്റ് കേട്ടോ. ടൈപ്പ് ചെയ്തിട്ടോ. കേട്ടിട്ട് നിങ്ങൾക്ക് പാസ്സായാൽ നിങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്നായിരിക്കും? ഒബ്വിയസ്ലി PSC അല്ലേ? PSCയുടെ എന്നാ എക്സാം എഴുതണം നിങ്ങൾക്ക് അറിയാമോ? LPSI UPSC എക്സാം എഴുതണം അല്ലേ? അപ്പോൾ നമുക്കറിയാം കേട്ടിട്ട് നിങ്ങൾ പാസ്സായി നിങ്ങൾ എന്നാ പരീക്ഷ എഴുതണം? PSC എഴുതണം കേട്ടോ. PSC എക്സാം എഴുതണം. PSC എക്സാം എഴുതിയാൽ മാത്രം മതിയോ? ആലോചിച്ച് നോക്കി. എഴുതിയാൽ മാത്രം ജോലി കിട്ടുമോ? PSC എക്സാം എന്നാൽ കേറ്ററ്റൊക്കെ പാസ്സായിരിക്കുമല്ലോ, PSC എക്സാം പോയി എഴുതാം എന്ന് പറഞ്ഞ് എഴുതിയാൽ മാത്രം കാര്യം നടക്കുമോ? ഇല്ല. പിന്നെ എന്നതിനകത്ത് വരണം? അവിടുന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കാം. എന്നാ ലിസ്റ്റ്? അതിൻ്റെ പേരെന്നാ? മെയിൻ ലിസ്റ്റ്. കേട്ടിട്ടില്ലേ? PSC എക്സാം എഴുതി കഴിഞ്ഞാൽ എവിടെ വരണം? മെയിൻ ലിസ്റ്റിൽ വരണം. കണ്ടോ? അത്രയും പഠിച്ചു വെച്ചാൽ കണ്ടോ? PSC എക്സാം എഴുതിയാൽ മെയിൻ ലിസ്റ്റിൽ വരണം. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ ആ ക്യാപ്റ്ററിലുള്ള 5 കാര്യങ്ങളുമായി കേട്ടോ. PSC എക്സാം എഴുതിയാൽ എവിടെ വരണം? മെയിൻ ലിസ്റ്റിൽ വരണം കേട്ടോ. PSC എക്സാം ഉണ്ട് കേട്ടോ. PSC എക്സാം എഴുതിയാൽ എവിടെ വരണം? മെയിൻ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടണം. സോ PSC E4 എക്സാം എഴുതിയാൽ എവിടെ വരണം? മെയിൻ ലിസ്റ്റിൽ നമ്മൾ കയറി പറ്റണം. അങ്ങനെയാണെങ്കിൽ ആ ചാപ്റ്ററിൽ വരുന്ന 6 കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ കേട്ടോ. ഈ 6 എണ്ണം പഠിച്ചാൽ ആ ചാപ്റ്റർ അവിടെ കൊണ്ട് ഗുദാഹവ തീർന്ന്. പിന്നെ ആകെ പഠിക്കാനുള്ളത് വളർച്ച എന്നാണ്, വികാസം എന്നാന്ന് മാത്രം. ചില വികാസ തത്വങ്ങളും കാര്യങ്ങളും മാത്രമേ അവിടെ പഠിക്കാനായിട്ടുള്ളൂ. ചെറിയൊരു പാഠമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരുപാട് കണ്ടന്റ് അതിനകത്ത് ഡെലിവർ ആകുന്നുണ്ട്. സോ ഓരോന്നും നമുക്ക് അടുത്ത ക്ലാസ്സിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് പി എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? കുട്ടികളുടെ വികസനത്തെ സംബന്ധിച്ച് P എന്തിനായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പി ഫിസിക്കൽ കേട്ടോ. P എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ, മലയാളത്തിൽ പറഞ്ഞാൽ ശാരീരികം കേട്ടോ. ശാരീരിക വികാസം, ശാരീരികം കേട്ടോ. ഫിസിക്കലാണ് P വരുന്നത്. അതാണ് ഒന്നാമതായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അടുത്തത് S എന്നതായിരിക്കും അപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്? എസ് എന്നതായിരിക്കും? ആലോചിച്ച് നോക്കി. സോഷ്യൽ, കറക്റ്റാണ്. സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തിൽ പറഞ്ഞാൽ? സാമൂഹികം അല്ലേ? സാമൂഹികം. എസ് സാമൂഹികമാണ്. അടുത്ത അപ്പോൾ C എന്നായിരിക്കും? PSC ആയില്ലേ? C എന്നതാ?
ഫിസിക്കലായി, സോഷ്യലായി, അടുത്ത എന്താണ് വേണ്ടത്? ഭൗതികമായിട്ട് എന്തെങ്കിലും വേണ്ടേ? ഭൗതികമായിട്ട് വരുന്നതിന് പറഞ്ഞ പേരാണ് കൊഗ്നീഷൻ, അല്ലെങ്കിൽ നമ്മുടെ വൈജ്ഞാനികം അല്ലേ? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കൊഗ്നീഷൻ, CONGNITIVE, കൊഗ്നിറ്റീവ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വൈജ്ഞാനികം, തലച്ചോറ് ഉപയോഗിച്ചുള്ള പരിപാടികൾ കേട്ടോ. അത് കുട്ടികളുടെ ഇതിനകത്ത് വേണ്ടതല്ലേ? വൈജ്ഞാനികം. അടുത്തത് ഈ എന്നതായിരിക്കും? ഈ എന്നാന്ന് ഓർമ്മയുണ്ടോ? ഇമോഷണൽ. കറക്റ്റാണ്, ഇമോഷണൽ. EMOTIONAL എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകാരികം കേട്ടോ. വൈകാരികം ഇങ്ങനെ തന്നെ എഴുതി വെക്കണം, വൈകാരികം. ഇനിയും എം എന്താണ്? എം എന്നതായിരിക്കും? എം എന്നതാ? നമ്മൾ ചില സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് എം. അല്ലെ നമ്മൾ ചില നല്ല നല്ല കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും. അതെന്നതാ? ഗുണപാഠ കഥകളെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്നാ സാധനം? എന്നാ? മോറൽ കേട്ടോ. മോറൽ അഥവാ സാൻമാർഗികം എന്ന് പറയും കേട്ടോ. സാൻമാർഗികം എന്ന് പറയും. പിന്നെ ഉള്ളത് എൽ എന്നാണെന്നറിയാവോ? ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാം അതിന് എക്സാമ്പിളാണ്. എൽ എന്ന് പറഞ്ഞാൽ എഴുത്ത്, സിമ്പിളായിട്ട് പറഞ്ഞാൽ LSRW എന്ന് പറഞ്ഞാൽ എന്നാ? ലിസണിങ്, സ്പീക്കിങ്, റീഡിങ്, റൈറ്റിങ് എല്ലാം എന്നതിനകത്ത് വരുന്ന ലിംഗ്വിസ്റ്റിക് കേട്ടോ. LINGUSTIC എന്ന് പറഞ്ഞാൽ ഭാഷാപരം കേട്ടോ. ഭാഷാപരം. അപ്പോൾ നാലിച്ചേക്ക് ഒരു കുട്ടിയുടെ വികസനത്തിൽ വേണ്ട ഇത്രയും കാര്യങ്ങൾ വേണം. ഏതൊക്കെയാണ്? PSC എക്സാം എഴുതി മെയിൻ ലിസ്റ്റിൽ കയറണം. P for physical, S for social, C for cognitive, E for emotional, M for moral and L for linguistic. അപ്പോൾ ഈ പാഠം തീർക്കാൻ എത്ര ക്ലാസ് വേണം? 1, 2, 3, 4, 5, 6, 1 7.5 ക്ലാസ് കൊണ്ട് ഈ പാഠം മൊത്തം നമ്മൾ അരച്ച് കലക്കി കുടിക്കും. മനസ്സിലായോ? കിട്ടിയോ? ഇത്രയും പഠിച്ചാൽ മതി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ചാപ്റ്ററിലും ഓരോ പേജ് വെച്ച് എടുത്തോണം. അതായത് ഇനിയും P എഴുതുമ്പോൾ ഫിസിക്കലിനെ പറ്റി പറയുമ്പോൾ കണ്ടുപിടിച്ച ആള്, കണ്ടുപിടിച്ച തിയറി, കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്നിങ്ങനെ പറഞ്ഞ് ചെറുതാക്കി എഴുതിയാൽ മതി. ഒരു പേജിനുള്ള കണ്ടന്റ് അത് ഡെലിവർ ആകത്തുള്ളൂ. അത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ കാര്യം തീർന്നു. കൂടുതലായിട്ടും ഇതിൻ്റെ തിയറീസ് വരുന്ന ഒന്ന് കൊഗ്നീഷൻ്റെ അകത്തും പിന്നെ ഉള്ളത് ലിംഗ്വിസ്റ്റിക്കിനകത്തും കേട്ടോ. ബാക്കിയെല്ലാം കുറച്ച് വെച്ചേ ഉള്ളൂ. ഈ 2 എണ്ണം മാത്രമേ കൂടുതലുള്ളൂ. ഈ വൈജ്ഞാനികവും അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്കിനകത്ത്. അതിൻ്റെ അതാണ് കൂടുതൽ ആൾക്കാർ തിയറീസ് നടത്തിയത്. ബാക്കിയെല്ലാം കുറേശ്ശേ ഉള്ളൂ. വളരെ കുറഞ്ഞ ആൾക്കാരാണ് ഈ പറഞ്ഞ ഫിസിക്കൽ, സോഷ്യൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ, മോറൽ, ലിംഗ്വിസ്റ്റിക്കിനകത്ത് കിടന്ന് കളിച്ചത്. ബാക്കിയെല്ലാം ഇച്ചിരി വലുതാണ്, പക്ഷേ എളുപ്പമാണ് പഠിക്കാൻ കേട്ടോ. സോ ഇങ്ങനെ ഒരു ലിസ്റ്റ് എഴുതി പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ മറന്നും പോകത്തില്ല. ഓരോ വ്യക്തികളെയും PSC എക്സാം എഴുതി മെയിൻ ലിസ്റ്റിൽ കയറിയാൽ നമുക്ക് ജോലിയും കിട്ടും. കാറ്ററ്റും പാസ്സാവും, LPSC UPSC പാസ്സായി എക്സാം എഴുതി മെയിൻ ലിസ്റ്റിൽ കയറാൻ പറ്റും കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ ഇനിയും തൊട്ട് പഠിക്കാൻ പോകുന്നത്. സൈക്കോളജി നമ്മൾ ആദ്യമേ തീർക്കുന്നത് ഞാൻ പറഞ്ഞു. സൈക്കോളജിക്ക് ഒരു കാര്യമുണ്ട്. എന്താണ്? അടുത്ത ആഴ്ചയോട്ട് നമ്മൾ ബാക്കി സബ്ജക്റ്റിലേക്ക് കിടക്കും കേട്ടോ. സയൻസ് നിങ്ങൾക്ക് വരും, ഇംഗ്ലീഷ് വരും, മാത്സ് വരും, സോഷ്യൽ വരും, മലയാളം വരും കേട്ടോ. അപ്പം അത് നമുക്ക് അടുത്ത ആഴ്ചയിട്ട് റണ്ണാവും. കാരണം സൈക്കോളജി ഇച്ചിരി കയറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനൊരു തിയറി ബേസ് ഇട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കൂടുതൽ പഠിക്കാനുള്ളത് സൈക്കോളജിക്കകത്താണ്. അതിനൊരു അടിത്തറ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി സൈക്കോളജിക്ക് ഒരു 40 മാർക്ക് അനുസരിച്ച് തന്നെ നല്ല വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. സോ മെയിൻ സബ്ജക്റ്റായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഒരെണ്ണം സൈക്കോളജി. ഇതുപോലെ ഇരുന്ന് പച്ചവെള്ളം പോലെ പഠിച്ചാൽ ഒരിടത്തും തെറ്റിക്കാനില്ല. കണ്ടോ, ഇപ്പോൾ ഒരു പാഠം പഠിച്ച് 2 ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് 3 മാർക്ക് 20 മാർക്കിനകത്ത് 15 വേണ്ടി സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ക്ലാസ്സുകൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോയാൽ മാത്രം മതി. 100 ദിവസത്തിനകം പരീക്ഷ നിങ്ങൾക്ക് വരും കേട്ടോ. ഉറപ്പായിട്ടും വരും. അതിന് 100% ഗ്യാരണ്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എണ്ണി വെച്ചോ, ദിവസങ്ങൾ എണ്ണി വെച്ചോ. 100 ദിവസത്തിനും അടുത്ത പരീക്ഷ നിങ്ങൾ എഴുതേണ്ട അവസ്ഥയാണ് വരാൻ പോകുന്നത് കേട്ടോ. സോ നല്ല രീതിക്ക് പഠിക്കുക. ഇന്ന് പ്രസൻറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇട്ട് തരാം. അതുകൊണ്ട് തന്നെ അത് വരുന്ന ചെയ്ത് നോക്കുക കേട്ടോ. യെസ്, ഓക്കെ. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ചോദിച്ചു.